CPM എന്ന പ്രസ്ഥാനത്തെ നടുക്കിക്കൊണ്ട് ഇതാ ഇപ്പോൾ അടുത്ത വിക്കറ്റും വീണിരിക്കുന്നു. ചാനൽ ചർച്ചകളിൽ CPMന്റെ മുഖമായിരുന്ന റെജി ലൂക്കോസിന് പിന്നാലെ പാർട്ടിയുടെ മുൻ MLA S രാജേന്ദ്രനും ഔദ്യോഗികമായി ഇപ്പോൾ BJPയിൽ ചേരുകയാണ്. പോയാൽ പോട്ടെ എന്ന് പറഞ്ഞ് റെജി ലൂക്കോസിന്റെ വിടവാങ്ങലിനെ നിസാരവൽക്കരിച്ച CPM നേതൃത്വത്തിന് മുഖത്തേറ്റ കനത്ത പ്രഹരമാണ് ഇടുക്കിയിലെ കരുത്തനായ ഈ മുൻ MLAയുടെ കൂടുമാറ്റം. സ്വർണ്ണക്കടത്ത് കേസിൽ പാർട്ടിയുടെ ഉന്നത നേതാക്കൾ അഴിമതിയിൽ മുങ്ങി ജയിലിൽ കഴിയുമ്പോഴാണ് മറ്റൊരു വശത്ത് പാർട്ടിയുടെ കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് പ്രമുഖർ കാവിക്കൊടി പിടിക്കുന്നത്. മന്ത്രിമാർക്ക് ജയിലുറപ്പായ സാഹചര്യത്തിൽ തകരുന്ന കപ്പലിൽ നിന്ന് രക്ഷപ്പെടുന്ന നാവികരെ പോലെ നേതാക്കൾ ഓരോരുത്തരായി പാർട്ടി വിടുകയാണ്. ഇത് വെറും ഒരു കൂടുമാറ്റമല്ല, പിണറായി സർക്കാരിനും CPM എന്ന പാർട്ടിക്കും രാഷ്ട്രീയമായ അന്ത്യകൂദാശ കുറിക്കുന്ന നീക്കമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയോടെ അണികൾ പാർട്ടി വിട്ടുവെന്നത് വ്യക്തമായിരുന്നു. എന്നാൽ ഇപ്പോൾ നേതാക്കളും സഹയാത്രികരും പരസ്യമായി BJPക്ക് കൈകൊടുക്കുന്നു. മന്ത്രിമാരുമായി അത്രമേൽ അടുത്ത ബന്ധമുണ്ടായിരുന്ന റെജി ലൂക്കോസ് പാർട്ടി വിട്ടപ്പോൾ അയാളല്ലല്ലോ CPM എന്ന് പറഞ്ഞ് നേതൃത്വം പരിഹസിച്ചു. എന്നാൽ മൂന്നാറിൽ പാർട്ടിയെ വർഷങ്ങളോളം നയിച്ച S രാജേന്ദ്രനെ എന്തു പറഞ്ഞ് CPM ന്യായീകരിക്കും? സ്വർണ്ണക്കൊള്ളക്കേസിൽ കുടുങ്ങി ജാമ്യം പോലും ലഭിക്കാതെ നേതാക്കൾ അഴിക്കുള്ളിൽ കിടക്കുമ്പോൾ ഭരണ തുടർച്ചയുടെ അഹങ്കാരത്തിനേറ്റ തിരിച്ചടിയാണിത്. മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഇരുട്ടടിയായി ഈ കൂടുമാറ്റങ്ങൾ മാറിക്കഴിഞ്ഞു. ഇടതുപക്ഷത്തോട് ചേർന്നു നിൽക്കുന്നവർ BJPയിലേക്ക് ചേക്കേറുന്നത് കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു ധ്രുവീകരണത്തിന് വഴിയൊരുക്കുകയാണ്. ഈ നേതാക്കളുടെ മാറ്റത്തെ നമ്മൾ കൂട്ടിവായിക്കേണ്ടത് കേരളത്തിലെ വർത്തമാനകാല സാഹചര്യങ്ങളുമായാണ്. സംസ്ഥാന ഭരണം ഇന്നും അഴിമതിയുടെയും കള്ളക്കടത്തിന്റെയും നിഴലിലാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അന്വേഷണം മുറുകുമ്പോൾ ഭരണത്തിന്റെ ഉന്നത കേന്ദ്രങ്ങളിലുള്ളവർക്ക് ജയിലറകൾ ഉറപ്പായി കഴിഞ്ഞു. പല നേതാക്കൾക്കും കോടതി ജാമ്യം പോലും നിഷേധിച്ചിരുന്നു. അത്രമേൽ ഗതികെട്ട ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് CPM കടന്നുപോകുന്നത്. അഴിമതിയുടെ കറപുരണ്ട ഭരണത്തെ ന്യായീകരിക്കാൻ അണികൾക്കോ നേതാക്കൾക്കോ കഴിയുന്നില്ല. ഇതിന്റെ പ്രതിഫലനമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാം കണ്ടത്. CPMന്റെ വോട്ട് ബാങ്കുകളിൽ വലിയ ചോർച്ചയുണ്ടായിരിക്കുന്നു. അണികൾ കൂട്ടത്തോടെ പാർട്ടി വിടുന്നു എന്ന് കണക്കുകൾ സഹിതം പുറത്തു വരുമ്പോഴാണ് ഇപ്പോൾ മുൻ MLA തന്നെ പാളം വിടുന്നത്. ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് BJP ഇന്നൊരു ബദലായി മാറുന്നു എന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം പേടി സ്വപ്നമാണ്. നിന്ന നിൽപ്പിൽ BJPക്ക് കൈകൊടുത്തു എന്ന് നാം പറയുമ്പോൾ അത് പാർട്ടിയുടെ വരാനിരിക്കുന്ന തകർച്ചയുടെ ആഴം വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ ഇത്രയും വലിയ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ, മന്ത്രിമാർക്ക് ജയിലുറപ്പായ വാർത്തകൾ പുറത്തു വരുമ്പോൾ പാർട്ടിയിൽ അവശേഷിക്കുന്നവരും കടുത്ത ആശങ്കയിലാണ്. S രാജേന്ദ്രനെ പോലെയുള്ളവർ BJPയിൽ എത്തുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയൊരു ഊർജ്ജമാകുമെന്നതിൽ തർക്കമില്ല. എന്നാൽ ഇവിടെ നഷ്ടം CPMന് മാത്രമായിരിക്കും.